ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? ഇത് ഏറ്റവും ഒരു മോശപ്പെട്ട ദിവസത്തിൻ്റെ തുടക്കമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടി. രാവിലെ നേഹ പറയുക സ്കൂളിൽ പോകുന്നില്ല. എന്താ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പം ഞാൻ ചിന്തിക്കുക, എന്താ ഇവർക്ക് സ്കൂളിൽ പോകണം? ഇത്രയും ഒരു ജീവിതത്തിൽ ഇത്രയും കോമ്പറ്റീഷൻ വേൾഡിൽ നടക്കുക, ആൾക്കാരും കൊച്ചുങ്ങളും എല്ലാം ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പറയുന്നു, എനിക്ക് ഇതുപോലെ ഒത്തിരി പേര് പറയും സ്കൂളിൽ പോകണ്ട, എനിക്കത് ചെയ്യണ്ട, രാവിലെ എഴുന്നേക്കണ്ട, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഇതൊക്കെ തീരുമാനമെടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എഴുന്നേറ്റേ പറ്റൂ, എനിക്ക് രാവിലെ നടന്നേ പറ്റൂ, എനിക്ക് പഠിച്ചേ പറ്റൂ, എനിക്ക് ജീവിതത്തിൽ ഇന്നടുത്ത് എത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം എങ്ങനെ വളരുന്നു? അതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം എൻ്റെ ഒരു കഥയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർത്തു വന്നത്. ഇപ്പം കഥയല്ല, നടന്ന സംഭവമാണ്. ഭഗവത്ഗീതയിലേക്ക് ഞാൻ പോവുക. ഭഗവത്ഗീതയിലൂടെ നിനക്ക് ഞാൻ ഈ സ്കൂളിൽ പോകുന്നത് സമർത്ഥിച്ചു തരാം എങ്ങനെയാണെന്ന്. കൗരവ പാണ്ഡവ യുദ്ധം നടക്കുക. നിങ്ങൾക്കറിയാം, പാണ്ഡവർക്കാണ് സിംഹാസനം കിട്ടേണ്ടത്, രാജാവാവേണ്ടത് കൗരവരുടെ അല്ല കൗരവരുടെ അല്ല പാണ്ഡവരുടെ രാജാവായ യുധിഷ്ഠിരനാണ് ആവേണ്ടത്. എന്നാൽ ദുര്യോധനൻ ആ യുദ്ധത്തിലൂടെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴും കൗരവരെ സഹായിക്കാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ വരുന്നു. ഇവരെ യുദ്ധം പഠിപ്പിച്ചവർ, ഇവരുടെ ഗുരുക്കന്മാർ, വില്ലാതിവില്ലനായ കർണന്, അങ്ങനെ ഒട്ടനവധി ആൾക്കാരെല്ലാം ആരുടെ കൂടെയാണ്? ദുര്യോധനൻ്റെ പക്ഷത്താണ്. എന്നാൽ ധർമ്മത്തിൽ നിൽക്കുന്ന യുധിഷ്ഠിരൻ്റെ പക്ഷത്ത് ആരുമില്ല. അതിനൊരു കഥയുണ്ട്. ഈ യുദ്ധം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി ദുര്യോധനനും യുധിഷ്ഠിരനൂടെ പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദുര്യോധനൻ അന്നേരം കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഈ യുദ്ധം ഒഴിവാക്കണം. പറഞ്ഞു അത് സാധ്യമല്ല ഞങ്ങൾക്ക്. അപ്പം ന്യായമനുസരിച്ച് യുധിഷ്ഠിരൻ രാജാവട്ടെന്നേ ആര് പറയൂ? കൃഷ്ണ ഭഗവാൻ പറയും. ദുര്യോധനനോ ഇതായേ പറ്റൂ. അയാൾ പറഞ്ഞു ഒക്കില്ല, യുദ്ധം നടക്കട്ടെ. അപ്പോൾ ഏറ്റവും അവസാനം മനസ്സുകൊണ്ട് കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുക. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം യവന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് കൃഷ്ണ ഭഗവാനെ എനിക്ക് വേണം. ആര് പറഞ്ഞു? യവന്മാർ വാദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആർക്കും വേണ്ടി യുദ്ധം ചെയ്യത്തുമില്ല, ഞാൻ ഒരു ചെറു സഹായം ചെയ്യത്തുമില്ല, ഞാൻ യുദ്ധത്തിന്റെ ഭാഗമാകത്തുമില്ല. അപ്പം ദുര്യോധനന് സന്തോഷമായി. എന്തുവാ? എന്തായാലും കൃഷ്ണ ഭഗവാൻ രണ്ടിടത്തും വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സൈന്യത്തെ എനിക്ക് വേണം, യാദവ സൈന്യത്തെ മൊത്തം വേണം. ആര് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ തിരിച്ചു പറയാനുള്ള മൂളയില്ല. അതറിയാം, അത്രയും ചിന്തിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പേരുകളും പറയാത്തേ. ഏറ്റവും അവസാനം എവര് വിചാരിക്കും ഈ കൊച്ചുങ്ങൾക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പകുതി കാര്യങ്ങളും വിഴുങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? ദുര്യോധനൻ എന്ത് ചെയ്തു? ഉടനെ പറഞ്ഞു, എനിക്ക് യാദവ് അങ്ങയുടെ സൈന്യത്തെ മൊത്തം എനിക്ക് തരണമെന്ന്. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എടുത്തോളൂ. യുധിഷ്ഠിരൻ പറഞ്ഞ്, അങ്ങ് യുദ്ധത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, യുദ്ധം ചെയ്യുകയും വേണ്ട, ആയുധം എടുക്കുകയും വേണ്ട, ഞങ്ങളുടെ ഒരു തേരാളിയായി ഞങ്ങളോടൊപ്പം നിന്നു. മനസ്സിലായോ? അങ്ങനെ കൃഷ്ണ ഭഗവാൻ അവരോടൊപ്പമായി. പക്ഷേ യുദ്ധം തുടങ്ങുന്നു. അർജുനനൊക്കെ പോയി യുദ്ധത്തിന് നിൽക്കുക. നോക്കുമ്പോൾ ആരാ നിൽക്കുന്നേ? സഹോദരങ്ങൾ നിൽക്കുന്നു മറുചേരിയിൽ, കൂട്ടുകാർ നിൽക്കുന്നു, ഗുരുക്കന്മാർ നിൽക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒട്ടനവധി ആൾക്കാർ നിൽക്കുന്നു. യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് പ്രതിസന്ധിയായി. 18 ദിവസം നിൽക്കുന്ന ആ യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുക. ആ യുദ്ധത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ഗീതാോപദേശം എന്ന് പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറയുന്നത്. 18 ദിവസത്തെ യുദ്ധത്തിൽ അർജുനൻ സജീവമായി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. മനസ്സിലായോ? അത് അങ്ങനെ അർജുനനോട് കൃഷ്ണ ഭഗവാൻ പറയുന്ന ആ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. നിങ്ങൾ സ്കൂളിൽ പോകണോ, പഠിക്കണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നതാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതുപോലെയുള്ളൊരു ഉപദേശമാണ്. അതിനകത്ത് കൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നത്, ഒരാളും മരിക്കുന്നില്ല. എന്താ? ഒരാളും മരിക്കുന്നില്ല. അതായത് ഓരോ ആളും ആത്മാവാണ്. എന്താ? ഓരോ ആത്മാ. നീ പറയടി, നീ പറ. അവളുമാരവിടെ നീക്കട്ടെ, തിന്നാനേ അറിയാം. അപ്പം ഒരാളും മരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതിന് കാരണം എന്താ? എല്ലാവരും
ശരീരമല്ല, ആത്മാവാണ്. മരിച്ചു കഴിഞ്ഞാൽ നെൽസൺ എന്ന് പറഞ്ഞൊരു പേര്, ഗാന്ധിജി മരിച്ചു കഴിഞ്ഞില്ലേ, തീർച്ചയായും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, അതെല്ലാം അവരുടെ ആത്മാവാണ്. ഐഡിയ കിട്ടിയോ? ഒന്നാമത് അർജുനോട് പറയുക, അർജുന ആത്മാവ് അമരമാണ്. എന്താ പറഞ്ഞു? ആത്മാവിന് മരണമില്ല. അധ്യായം 2 അദ്ദേഹം പറയുകയാണ് ആത്മാവ് അമരമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് മരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ശരീരം നശിക്കും, ആത്മാവ് മരിക്കത്തില്ല. നീ ശരീരം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്ന, പക്ഷെ നീ ആത്മാവ് കൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല. മനസ്സിലായോ? ആത്മാവ് കൊണ്ട് നീ ജീവിച്ചിരിക്കും, നിന്റെ നീ ചെയ്യുന്ന കർത്തവ്യമാണ്, അതിൽ നിന്റെ ശരീരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മനസ്സിലാവുന്നു? 2, സ്വധർമ്മം പാലിക്കുക. എവിടാണോ ശരി ആ ശരി നീ ചെയ്യുക. നിങ്ങളെ പഠിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ പഠിക്കുക. മനസ്സിലാവുന്നു? പഠിക്കുക. അതായത് ഒരു അർജുനൻ എന്ന് പറയുന്നത് അവിടെ പറയുന്ന ക്ഷത്രിയർ എന്നാണ് അവരെ പറയുന്നത്. ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. നീ ആ ധർമ്മം പാലിക്കുക. മനസ്സിലായി? കടമ നിറവേറ്റുക. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ഒരു പോയിന്റ് കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നു, കർമ്മയോഗം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇവർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാമായിരുന്നു. നീ യുദ്ധം ചെയ്യുമ്പോൾ ചേരി തിരിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇപ്പം നേഹ പറയുക, എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, എനിക്ക് പഠിക്കാൻ വയ്യ. മനസ്സിലാവുന്നോ? അത് അവരുടെ തോറ്റു കഴിയുമ്പോഴും അതെന്താണ്? കർമ്മഫലമാണ്. മനസ്സിലായോ? ഫലം ആഗ്രഹിക്കാതെ നീ അന്നേരം എന്ത് ചെയ്യണം? എന്നാൽ നീ ഒരു കാര്യം ആലോചിക്കണം അർജുന, നീ ഫലം ആഗ്രഹിക്കാതെ അങ്ങ് കർമ്മം ചെയ്യും. നീ ഇപ്പം റിസൾട്ട് എന്ന് പറയുന്നൊരു സാധനം നീ മാക്സിമം എഫോർട്ട് ഇട്ടങ്ങ് ചെയ്തു. മനസ്സിലാവുന്നു? അപ്പൊ കർമ്മയോഗം എന്ന് പറയുന്ന ഒന്നുണ്ട്. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലതായാലും പന്നലായാലും നീ അനുഭവിക്കും. മനസ്സിലാവുന്നു? ഒരു കാര്യം ആലോചിക്കണം, നമുക്കൊരു സമചിത്തത ഉണ്ടാവണം. ഞാൻ പഠിച്ചിട്ട് എന്താ ജോലി കിട്ടാത്ത എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? സമചിത്തതയാ. തോൽവിയിലും ജയത്തിലും ഉറച്ച മനസ്സുകൊണ്ട് മുന്നോട്ട് പോവാം. മനസ്സിലായോ? വിജയത്തിലും ഒരുപോലെ നിൽക്കണം, പരാജയത്തിലും ഒരുപോലെ നിൽക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചത്തൂടെ? റെസ്പോണ്ട് ചെയ്യുന്നതെന്നല്ല, അവരെന്താണ് അവർക്ക് എങ്ങനെങ്കിലും ഇന്ന് സ്കൂളിലെ ആ പോക്കിനെ ഇനി പോവാതിരിക്കും. അങ്ങനെ അല്ലെന്നേ. നമ്മളൊരു കാര്യം, ഈ പറയുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നതേ വളരെ ഇമ്പോർട്ടൻ്റാ. അപ്പൊ അർജുനൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പം പറയോ, അധർമ്മത്തിനെതിരെയാണ് നീ പോരാടുന്നത്. അടുത്ത പോയിന്റ് അയാളെ ബോധിപ്പിക്കുക, എന്താണ് അധർമ്മം. നീ കാരണം നീതിപൂർവമായി രാജാവാകേണ്ടത് ആരാണ്? പാണ്ഡവരാ. ഇവർ തട്ടിപ്പറിച്ചെടുക്കാൻ നിൽക്കുക. ഇവിടെ അധർമ്മമാണ്. അപ്പം രണ്ടാമത്തെ, ഇപ്പൊ ഇവിടെ ഒരു ആസക്തി ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു ആസക്തി എന്ന് പറഞ്ഞാൽ, ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചടക്കുക എന്ന വലിയ ഒരു ആസക്തി നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നത് പിടിച്ചടക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടുത്തെ വിജയം. നീ എന്താണ്? ഒരു പർപ്പസ് ആണ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം. മനസ്സിലാവുന്നു? അങ്ങനെ കൃത്യമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ അർജുനെ ഇത് പറഞ്ഞു കൊടുക്കുക. അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ അർജുനൻ ഓരോ ദിവസവും ഓരോ സമയത്തും ഇതെന്ത് ചെയ്യുന്നു? മാറി ഇയാൾ ചിന്തിക്കുക, അത് ശരിയാണല്ലോ ഭഗവാൻ പറയുന്നത്. അങ്ങനെ അടുത്ത എന്താന്ന് ചോദിച്ചാൽ ഒരു ഭക്തിയോഗം. ഞാൻ ഇന്നലെ ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞിരുന്നു, ഭക്തിയോഗം എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദന്റെ അയാൾ 4 പുസ്തകം എഴുതി. ഏതൊക്കെയാണ്? രാജയോഗം, അല്ല സമയയോഗം, അല്ല സമയം പോവും. രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ 1891 സ്പീച്ച്. ഇത് ഇപ്പൊ ഞാൻ തന്നെ പറയുന്ന ഇത്രയും പ്രായമായി എനിക്ക് പറയുമ്പോൾ ഇവരെന്താണ്, ഇവർക്കിത് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇനി കൂടുതലൊന്നും പറയാനില്ല. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും എല്ലാം തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്നു. മനസ്സിലായോ? എന്താ ശരീരം? അവിടെ വെച്ചിട്ട് കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വാ തുറന്നിട്ട് മൊത്തം സർവവും നിന്നിലാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളും ചിന്തിക്കണം. നിങ്ങൾക്ക് സൂര്യനിൽ പോകുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ ആണോ? സൂര്യനിൽ പോകുന്നതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ കണ്ണടച്ചാൽ മതി. നിങ്ങളിലേക്ക് കൊണ്ടുവരണം സൂര്യനെ. നിങ്ങളിലേക്ക് ഇതെല്ലാം കൊണ്ടുവന്നൂടെ? അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ഏകാഗ്രതയോടെ പഠിക്കണമെന്ന് പറയുന്നത്. ഈ പറയുന്ന എല്ലാത്തിനെയും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐഡിയ കിട്ടുന്നോടെ? മനസ്സിലാവുന്നോ? അപ്പം ഭക്തിയോഗവും ജ്ഞാനയോഗവും അത് അദ്ദേഹം ഇപ്പൊ മനസ്സിലായോ? അദ്ദേഹം എവിടുന്ന ഇതൊക്കെ എടുത്തേന്ന്? ഭഗവത്ഗീതയെന്ന് അദ്ദേഹം എടുത്ത കാര്യങ്ങളായത്. മനസ്സിലായോ? എന്നിട്ടും ആരങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ രാവും പകലും ഇല്ലായിരുന്നു പറയുക. അപ്പോഴാണ് വിശ്വരൂപം എടുക്കുന്നത്. നിന്നിലാണ് എല്ലാം എന്നുള്ള ആ വിശ്വരൂപം അദ്ദേഹം എടുക്കുക. അർജുന, നീ നിന്നിലേക്ക് വിശ്വസിക്കുക.
മനസ്സിലായോ? ജീസസ് ക്രൈസ്റ്റ് എല്ലാരെയും സൗഖ്യമാക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കും, വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കണം ഫസ്റ്റ്. ഐഡിയ കിട്ടിയോ നേഹ? ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റൂ. തീർച്ചയായും. മനസ്സിലാവുന്നോ? ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ദിവസം പോകുന്നില്ലെന്ന് പറയുന്നത് ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നേഹയ്ക്ക് അത് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും രാവിലെ നേഹ എഴുന്നേക്കെന്ന് പറയും. എന്നാൽ നീ ആ കൂട്ടം ഇച്ചിരി കൂടെ ഭേദമാണ്. മനസ്സിലാവുന്നു? അപ്പം നമ്മളത് ആലോചിച്ചോണം. ഇനി അർജുനൻ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അർജുനൻ യുദ്ധത്തിന് തയ്യാറാവുക. എങ്ങനെ അർജുനൻ യുദ്ധത്തിന് തയ്യാറാവുന്നതെന്ന് അറിയാമോ? അയാൾ മനസ്സിലാക്കുക, ഞാനിതെല്ലാം പറയുമ്പോൾ അർജുനിൽ വരുന്ന മാറ്റത്തോളം നമ്മളുടെ ഒരു മാറ്റം ഉണ്ടാകണം. അപ്പം അർജുനന് മനസ്സിലായി, ഞാനിത് വ്യക്തിപരമായ ഒരു വൈരാഗ്യം തീർക്കുകയല്ല. മനസ്സിലാവുന്നോ? ഇതൊരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഞാൻ പഠിക്കുന്നതും ഞാൻ വളരുന്നതും ഞാൻ നന്നാവുന്നതും ഈ സൊസൈറ്റിക്ക് വേണ്ടിയാണ്. ഞാനൊരു ലീഡർ ആകുന്നതിന് വേണ്ടിയാണ്. മനസ്സിലാവുന്നോ? ഇതുപോലെ ചിന്തിക്കണം. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്ന് അർജുനോട്. കാരണം എന്താ? കൃഷ്ണ ഭഗവാൻ ഇത് വേണമെന്നുണ്ട് ടടാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് ഈ യുദ്ധം തീർക്കാം. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ യുദ്ധത്തിൽ അതുകൊണ്ടല്ലേ പങ്കെടുക്കില്ല. ഭീഷ്മരെ കൊല്ലാൻ പറ്റത്തില്ല. ഭീഷ്മരെ എല്ലാവരെയും അടിച്ചിടുക. ഏറ്റവും ദിവസം ഭയങ്കര തലവേദനയായി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഭീഷ്മരെ കൊല്ലുന്ന എങ്ങനെയാണെന്ന് കൃഷ്ണഭഗവാനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കത്തില്ല. അന്നേരം എന്താ പറയുന്നു? നീ ചെന്ന് ആരോട് ചോദിക്കാൻ പറയുന്നു? വൈകിട്ട് ശംഖ് ഊതിക്കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ഒന്നരം സുഹൃത്തുക്കളാണ്. അപ്പോഴത്തേക്ക് യുദ്ധത്തിന് ആരവിടെ പോവുക? ഇവര് 5 പേരൂടെ ആരുടെ അടുത്ത് പോയി? ഭീഷ്മരുടെ അടുത്ത് പറഞ്ഞു, മാമ യുദ്ധം തീരണം, എന്തെങ്കിലും ഒന്ന് സഹായിക്കുക. എങ്ങനെയാ മാമനെ കൊല്ലുന്നേ? ഒറാന്ന് പറഞ്ഞു കൊല്ലു. അന്നേരം പറഞ്ഞു എങ്ങനെയാ മാമ എങ്ങനെ ഇത് തീരുന്നേ? അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ശാപമുണ്ട്. അംബിക അംബാലിക എന്ന് പറയുന്നത് അവരെ ഞാൻ തട്ടിക്കൊണ്ടു പോന്നപ്പം ഇങ്ങനൊരു ശാപം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. മനസ്സിലായേ? ആ ശാപം ഒരു ശിഖണ്ഡിയുടെ രൂപത്തിൽ വരൂ എന്നുള്ളത്. അത് എന്ത് ചെയ്തു? കഥ ആരാ പറഞ്ഞു? അദ്ദേഹം തന്നെ ആരോട് പറഞ്ഞു? പാണ്ഡവന്മാരോട് പറഞ്ഞു. പക്ഷെ ശിഖണ്ഡി ഇവിടെ ഉണ്ടോ? യുദ്ധസമയത്ത് ഉണ്ടോ? ഇല്ല. പക്ഷെ അത് ആരോട് വന്ന് പറഞ്ഞവന്മാര്? കൃഷ്ണ ഭഗവാനോട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ അറിയത്തില്ല എവിടെയൊക്കെ ശിവണ്ടി അടങ്ങുന്നു. ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതായത് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചുകൊണ്ടു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വണ്ടിയുടെ ശിഖണ്ഡി മുന്നേ നിർത്തിക്കൊണ്ട് കൈകൾ മാത്രം ആരുടെയാ? അർജുനന്റെ. അമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ശരശയ്യയെ കിടത്തി അദ്ദേഹം ആഗ്രഹിച്ചു. ഈ വേദന കൊണ്ട് അദ്ദേഹം തന്നെ ആഗ്രഹിച്ചാലേ മരിക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര സിംബോളിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഒത്തിരിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങള് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ ഉണ്ടാവണം? ആ ഒരു മൈൻഡ് ഉണ്ടാവണം. ഞാനിപ്പോ ഈ നേഹ പഠിക്കാത്ത ഇതുകൊണ്ട് ഈ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തിട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എടുത്തിടുന്ന ഒരു കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പം പറയുക, ഈ ഒരു ധർമ്മം ജയിക്കണമെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടേ ജയിപ്പിക്കാൻ പറ്റൂ? ദൈവം നേരിട്ട് മേലുന്ന ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യാൻ പറ്റും? ഒക്കത്തില്ല. നിങ്ങൾ തന്നെ ചെയ്താലേ പറ്റൂ. ഇവിടെ പിള്ളേർ സമരം നടത്തിയോണ്ടാണ് മോദിയുടെ ഒരു ചെറിയ അഹങ്കാരം നിന്നത്. മനസ്സിലാവുന്നു? അപ്പം നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ശക്തമായ രീതിയിൽ സമരം ചെയ്ത് വേണം എന്തോ ചെയ്യുന്നത്? ഇത് തിരിച്ചു പിടിക്കാൻ. ഐഡിയ മനസ്സിലായോ? അങ്ങനെ ഈ വിജയവും പരാജയവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സമർപ്പിച്ച് വേണം പ്രവർത്തിക്കാൻ. നിങ്ങൾ ജോലി ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇതിനകത്ത് ഒത്തിരി പറയേണ്ടതുണ്ട്. ഐഡിയ കിട്ടിയോ? നിന്റെ കടമയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് നേഹ. അടുത്തവൻ പറഞ്ഞത് അർജുനോട് പറയുന്ന, അർജുനന് മനസ്സിലായതാണ്, ഞാൻ എൻ്റെ കടമയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ജയവും പരാജയവും എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് ധർമ്മം നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം ഞാൻ അതായത് യുദ്ധം വ്യക്തിപരമായ ഒന്നല്ല, അത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. മരിക്കുന്നത് ഞാനല്ല, എൻ്റെ ശരീരം മാത്രമാണ്, ഞാൻ നിലനിൽക്കുന്നതാണ് എന്നൊക്കെ ആര് പറയുക? അർജുനൻ മനസ്സിലാക്കുക. അങ്ങനെയാണ് അർജുനൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പൊ നേഹയും ചിന്തിക്കേണ്ട എന്താണ്? നേഹ പഠിക്കുമ്പോഴും നേഹ ചിന്തിച്ചോണം, ഞാനിത് പഠിക്കുന്നതിന് എൻ്റെ അപ്പന് വേണ്ടിയല്ല. ഞാനെന്ന് പറയുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പുറത്തേക്ക് വിടണമെങ്കിൽ നീ മരിക്കുന്നത് നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ വേണം. നീ നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളിൽ മിക്ക പിള്ളേർക്കും പറ്റുന്നത് 41, 42. എടാ നിനക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് എത്ര? 50-ലല്ലേ? 50-ൽ 50 കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. കാരണം എന്താ? അതിനെപ്പറ്റി മാത്രം. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. നീ അതിനു വേണ്ടി കറക്റ്റ് ചെയ്യണം. അല്ലാതെ നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ അർജുനൻ ഏറ്റവും അവസാനം ഇതെല്ലാം കേൾക്കുമ്പോൾ അർജുനൻ കൃഷ്ണഭഗവാനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്തോന്നറിയാമോ? എന്റെ മോഹങ്ങൾ നശിച്ചു, എന്റെ
മോഹങ്ങൾ. എന്റെ സംശയങ്ങൾ മാറി. യെസ്. അങ്ങയുടെ വചനമനുസരിച്ച് ഞാൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. ധർമ്മത്തിന് വേണ്ടി. മനസ്സിലായോ? എന്റെ ഇപ്പം നേഹ മനസ്സിലായോ? വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾ ആരും ഇല്ലല്ലോ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണമെന്ന് പറയുന്നത്. അത് ഇനി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മനസ്സിലായോ? 18 ദിവസം നീണ്ടു നിന്ന യുദ്ധം അവിടെ 18 അധ്യായമായ ഭഗവത്ഗീതയിലൂടെ പറയുന്നത്. ഭഗവത്ഗീതയുടെ ജീവിത സന്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാം? ഭഗവത്ഗീതയിൽ പറയുന്ന ജീവിത സന്ദേശം എന്തോ? ഒന്നെന്ന് പറയുന്നത് കടമ ചെയ്യുക. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്തോ? നേഹയുടെ ഹൃദയം പൊട്ടിയിരിക്കുന്നു. പൊട്ടു. മനസ്സിലായോ? കുട്ടികളായ നിങ്ങളുടെ കടമ പഠിക്കുക. നിങ്ങളുടെ കടമ എന്താണ്? ഒന്ന്, പഠിക്കുക, കടമ ചെയ്യുക. 2, അമിത ആസക്തി പാടില്ല. തിന്നണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഒന്നിനോടും ആസക്തി പാടില്ല. നിങ്ങൾക്ക് ആസക്തി ആവാം ജീവിത വിജയത്തോട്. കാരണം എന്താ? നിങ്ങളുടെ ആത്മാവിനെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടണം. അതാ ഭഗവത്ഗീത പറഞ്ഞത്. എന്താണ്? സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടണം. ഇതിന് വേറൊരു പോയിന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ധൈര്യത്തോട് പോവുക. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്, ആ കൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയാം? യു കൺട്രോൾ യുവർ മൈൻഡ്. എന്താ? കൺട്രോൾ യുവർ മൈൻഡ്. നിന്റെ മനസ്സിനെ നിയന്ത്രിക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ മാജിക് ഒന്നും ഇല്ല. ശിവ നേതാവേ, കേട്ടോ? എന്താ പറഞ്ഞേ? നിന്റെ കൺട്രോൾ യുവർ മൈൻഡ്. മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. നേഹ, നീ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീ രാവിലെ റേച്ച എന്താണ്ട് 5 മണിയാകുമ്പോ ഇത് റബ്ബർ വെട്ടുക, തേൻ എടുക്കുക, ചങ്ക് പറിക്കുക. എങ്ങനെ റേച്ച? ഞങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ ആയിട്ടുണ്ടോ? അതെങ്ങനെ നടക്കുന്നേ? ആ ഇച്ഛാശക്തി, ആ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിന് ഒരു പെർസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ നമ്മുടെ നിയമങ്ങളെ എത്ര വട്ടം വിളിക്കും? അവളെന്നാലും എന്ത് ചെയ്യും? അവിടെ കിടന്നുറങ്ങും. മനസ്സിലായോ? ഇപ്പൊ നിയമമൊക്കെ അങ്ങ് പോയി കേട്ടോ. ഇവരെ അങ്ങ് പൊക്കി പറഞ്ഞവർക്ക് അങ്ങ് സന്തോഷമാണ്. ഇവര് രണ്ടുപേരും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൊക്കണം. ഇനി ആ പരിപാടി ഒന്നും എനിക്ക് വയ്യായേ. ഇവരെന്ത് ചെയ്യണമെന്നറിയാം? രാവിലെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ സമയത്തിന് നേഹ എഴുന്നേറ്റ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എൻ്റെ സമയത്ത് ഓടിവാ, നിന്നെ കാണിക്കട്ടെ കുഞ്ഞെ, നിന്റെ മുഖശൈലിയൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ്. അപ്പോൾ ഏഞ്ചൽ ബിജോ കാണുന്നുണ്ട്. ഏഞ്ചൽ ബിജോയ്ക്ക് ഭയങ്കര സന്തോഷം നേഹ 2 എണ്ണം പറഞ്ഞേനെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അന്നേരം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലി ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. താണ്ടെ യവനാണ് കർമ്മത്തിൽ ധീരൻ. ആരാ? നമ്മുടെ ലിയോണ. ദൈവമേ, 3:30 ആകുമ്പോഴേ മേല് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടേ. എന്റെ എന്തോന്ന് ഞാൻ റെഡിയാണേ നടക്കാൻ പോയി. അല്ല, തുണി എടുത്തോണ്ട് നിൽക്കുക. മനസ്സിലാവുന്നു? അപ്പൊ ഒരു കാര്യം ഞാൻ കൃത്യമായി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഭഗവത്ഗീതയിലൂടെ കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ആ ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ. നിങ്ങളുടെ ആത്മാവ്. നമ്മളിപ്പോ എവിടെ വന്നു? ഒന്ന് മാറിയ അച്ഛൻ്റെ കല്ലറയുടെ അവിടെ നിൽക്കുക. മനസ്സിലാവുന്നു? ഇവിടെ അച്ഛൻ്റെ എന്തോ ചെയ്തിട്ടുണ്ട്? ശരീരം പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെയുണ്ട്. ഞാനിത് ഓർക്കും തോറും ഈ ആത്മാവ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ ഓർക്കണം, എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരണം. എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്തോ? എൻ്റെ ദൈവമല്ലേ. അതാണ് പറയുന്നത്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്നും ഈ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ആർക്കെ? ഇവർ മരിച്ചു പോയത് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഇവരുള്ളിടത്തോളം കാലം എൻ്റെ ദേവാലയത്തിൽ ആരുണ്ട്? ഇവരുണ്ട്. മനസ്സിലാവുന്നൂടെ? ഇപ്പൊ ഗൾഫിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ഇവര്. ശരീരം നമ്മുടെ അടുത്തില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങളുടെ ശരീരം വിട്ടുപോയാലും ആജീവനാന്തം കാണുന്നത്. ഇപ്പൊ ഞാൻ നിന്നെ വഴക്ക് പറയുന്നു, അടിക്കുന്നു, പഠിക്കുന്നത് ഇങ്ങനെ പഠിക്കണമെന്ന് പറയുന്നതെന്നു. വൈ ഐ ഷൗട്ട്? ഞാനിപ്പോ ഇത് പറയുമ്പോഴും മോളെ വഴക്ക് പറയുമ്പോഴും എനിക്ക് ഹൃദയത്തിൽ വേദനയുണ്ടാവും. പക്ഷെ എൻ്റെ ജോലി ഇവിടെ കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറയുമ്പോഴും എന്തിനാണ് ഞാൻ അതിനെ ഇങ്ങോട്ട് നോക്കുക, നിന്നെ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതെന്താ പറയുന്നത്? നിനക്കിപ്പോ നീ ഇപ്പോഴും എന്തിനെ പറ്റിയാ ചിന്തിക്കുന്നത്? യു ആർ തിങ്കിങ് അബൌട്ട് യുവർ നാണക്കേട്. നീ എന്തിനാടെ നാണിക്കുന്നത്? നീ ഇപ്പം നാണിച്ചു കഴിഞ്ഞാൽ ഈ APJ അബ്ദുൽ കലാം രാവിലെ 4 മണിക്ക് ആര് പറഞ്ഞിട്ടാടാ എഴുന്നേറ്റെ? ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്. എന്തുകൂടി അയാൾ രാവിലെ പത്രക്കെട്ട് എടുക്കാൻ ഓടുന്ന എന്തിനാ? ആ പത്രത്തിന് വേണ്ടിയാ. തീക്ഷ്ണത അത് ഭയങ്കരമായിരിക്കണം. നിങ്ങളുടെ പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ. നിങ്ങൾ എന്നെ എത്ര പേര് അവമാനിക്കടാ തണ്ടി നീ എന്താ ജോലി അടിക്കാത്തെന്ന് നോക്കി.
ഇവിടെ നിന്നോട് പറയാം, നിന്നെ പറ്റി പറയാം, നിന്നെ പറ്റി പറയാം. പറയാം, നീ ആ കുട്ടഞ്ഞോടാ. സ്നേഹയ്ക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അവള് പറയുന്നത് ഈ പഠനത്തിന് വേണ്ടി പോകുമ്പോ ഇവിടെ അതിനുവേണ്ടി ഇരി. ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ നേഹ നീ ഒന്ന് ചുമ്മാ പോയി, അതൊക്കെ പൊട്ട. അതെ നീ ഇപ്പൊ പറഞ്ഞത് തന്നെ, നീ ഇപ്പൊ തെറ്റാണ്, അമ്മ പറഞ്ഞത് തെറ്റാണ്. നീ എന്താണ് നിന്നെ സൂചിപ്പിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നീ ഒരു കാര്യമുണ്ട്, നിനക്ക് ഇവിടെ ഇത് നിന്റെ ഇപ്പോഴത്തെ ജോലിയാണ്. നിനക്കിപ്പം 10ാം ക്ലാസ് എന്നുള്ളത് നിനക്കിപ്പം ഡിഗ്രി വേണമെങ്കിലും എഴുതാം. നിനക്കിപ്പോ വേണമെങ്കിൽ ഡിഗ്രി വേണമെങ്കിലും എഴുതാം. നീ ആ ഡിഗ്രിക്ക് പഠിക്കും. നീ ഞാൻ ആലോചിക്കുക, ചില പൊടി കൊച്ചുങ്ങളൊക്കെ സംസാരിക്കുന്ന കേട്ടോ. എന്തുകൊണ്ട് അവർക്കിത് കിട്ടുന്നേ? അവരുടെ അപ്പന്മാര് രാവിലെ അവർ മോൻ എപ്പോഴാണ് പത്രം വായിക്കുന്നേ? കണ്ട് ഇതിനകത്ത് നോക്കിപ്പോ IAS ആണ്. നീയോട് നോക്ക്, എന്ന് പത്രം വായിക്കും, എപ്പോ പത്രം വായിക്കും? സത്യമായി പറയാം, 7 മണിക്ക് വായിക്കത്തില്ല മോനെ. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? അല്ലല്ല, വായിക്കത്തില്ലെന്ന് അങ്ങനെ വായിക്കുന്നത് അവരങ്ങനെ പറയുമോ? അതിനകത്ത് പറയാൻ കാരണം എന്താണെന്നറിയാം? ഒരു കാര്യം ആലോചിച്ചോണം, ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഏറ്റെടുക്കരുത്. നീ സക്സസ് ആണെന്ന് നിനക്ക് സ്വയം തോന്നുക. നീ സക്സസ് ആണെന്ന് തോന്നുന്നത് ആഫ്റ്റർ യുവർ ഡെത്ത് ആയിരിക്കണം. മനസ്സിലാവുന്നോ? അതായത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും നേരവും ഞാൻ പറഞ്ഞത് അബൌട്ട് ദാറ്റ്. ഭഗവത്ഗീതയിൽ അർജുനെ കൃഷ്ണ ഭഗവാൻ എങ്ങനെ ഉപദേശിക്കുന്നു എന്ന് ആലോചിച്ചോണം. അദ്ദേഹത്തിന്റെ സ്വത്വം കാണിക്കുന്ന സമയത്ത് കൃഷ്ണ ഭഗവാൻ അർജുനെ സ്വത്വം അയാളുടെ രൂപം കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എവരിത്തിങ് ഇൻ യു, എല്ലാം നിന്നിലാണ്. നീ എന്തിനാ മറ്റൊരാളിലേക്ക് നോക്കുന്നത്? നീ മറ്റൊരാളിലോട്ട് നോക്കിയാൽ നിനക്കത് കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? അത് നിന്നിലിരിക്കുന്ന ഒരു സക്സസ് വേറൊരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? സോ നിങ്ങൾ എന്ത് ചെയ്യണം? യു കൺട്രോൾ യുവർ മൈൻഡ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കൺട്രോൾ യുവർ മൈൻഡ്. നാളെ രാവിലെ എഴുന്നേക്കണമെന്ന് അപ്പം വിളിക്കാൻ ഇടവരരുത്. മനസ്സിലായോ? നിങ്ങൾ മാറണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയും ജീവിക്കാം, നിങ്ങൾക്ക് മാറിയും ജീവിക്കാം. നിങ്ങളുടെ ആത്മാവിനെ നേടിയും ജീവിക്കാം, ആത്മാവിനെ നേടാതെയും ജീവിക്കാം. മനസ്സിലാവുന്നോ? ഡൗട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. ഞാനിവിടെ നിർത്തുകയാണ്. പക്ഷേ മോളെ, നീ എൻ്റെ മോളാണ്, പപ്പടി ചക്രമുത്താണ്. പക്ഷേ പറയാനുള്ളത് 1 സെക്കൻഡ് വിടവില്ല. അത് പറയുന്നത് എന്തിനാണ്? പറയൂ, എന്തിനാ? ഫോർ വാട്ട്? എന്തിനാ മോളെ പപ്പ ഇവിടെ പറയുന്നത്? എന്തിനാ? നന്നാവാനാണ്. കുഞ്ഞിനെല്ലാം അറിയാം. മാറണോന്നുള്ളത് തീരുമാനിക്കേണ്ട ആരാ മോനെ? മോൻ തന്നെ തീരുമാനിച്ചോ കേട്ടോ.